വെൻ ഐ ഫ്ലൈ ടുവേർഡ്സ് യു എന്ന ഡ്രാമയുടെ 9ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ട്രെയിൻ മിസ്സായത് കാരണം സായിയും ജെയും ബസ്സിൽ എക്സാം നടക്കുന്ന സിറ്റിയിലേക്ക് പുറപ്പെടുന്നു. അവർ അവിടെ എത്താറായ സമയമായപ്പോഴേക്കും റാങ് അവരെ പിക്ക് ചെയ്യാനായി പുറപ്പെടുന്നു. ഖുറാനും അവന്റെ ഒപ്പം ചെല്ലുന്നുണ്ട്. ആ സിറ്റിയിൽ തണുപ്പ് കുറച്ച് കൂടുതലാണ്. അതൊന്നും ശ്രദ്ധിക്കാതെ ജിയെ കട്ടിയില്ലാത്ത ഡ്രസ്സായിരിക്കും ധരിച്ചിട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞ് അവൻ്റെ സ്വെറ്റർ കൂടി എടുക്കുന്നുണ്ട്. അവൻ പറഞ്ഞതുപോലെ തന്നെ കട്ടിയില്ലാത്തൊരു കോട്ടായിരുന്നു അവൾ ധരിച്ചിരുന്നത്. ബസ് ഇറങ്ങിയപ്പോൾ തന്നെ അവൾക്ക് തണുക്കാൻ തുടങ്ങുന്നു. അവർ ബസ് സ്റ്റാൻഡിന് പുറത്തെത്തിയപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന റാങ്ങിനെയും ഖുറാനെയും കാണുന്നു. രണ്ടുപേർക്ക് സന്തോഷമാകുന്നുണ്ട്. ഖുറാൻ ജെയ്ക്ക് കൂട്ടി നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്കൊന്നുമില്ല എന്ന മട്ടിൽ സായി റാങ്ങിനെ നോക്കി ചിരിക്കുന്നുണ്ട്. അവൻ ആൾക്ക് വേണ്ടി കഴിക്കാൻ വാങ്ങിയിരുന്നു നൽകിയപ്പോൾ അവൾക്ക് സന്തോഷമാകുന്നു. ഒരേ ഹോട്ടലിൽ തന്നെയാണ് എല്ലാവർക്കും റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവർ ലേറ്റായി വന്നതുകൊണ്ട് 2 റൂമാണ് കിട്ടിയത്. സൈഡ് റൂമിൽ ഷിയ എന്ന മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു. ചെന്ന ഉടൻ തന്നെ അവർ പരസ്പരം പരിചയപ്പെടുന്നു. സൈഡ് സ്കൂളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പഠിക്കുന്ന റാങ്ങിനെ അറിയാമോ എന്ന് ഷിയ ചോദിക്കുന്നു. കൂടുതൽ സംസാരിച്ചപ്പോൾ റാങ് നേരത്തെ പഠിച്ചിരുന്ന സ്കൂളിൽ അവർ ഒരുമിച്ച് പഠിച്ചതാണെന്നും അവളുടെ അച്ഛൻ അവന്റെ ഫിസിക്സ് ടീച്ചർ ആയിരുന്നുവെന്നും ഒക്കെ സായി അറിയുന്നു. അവനും എക്സാമിന് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് 2 വർഷമായി. അവന് എന്നെ ഓർമ്മയുണ്ടാകുമെന്നറിയില്ല. അവനും ഫിസിക്സ് എക്സാം തന്നെയാകും അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ എക്സാം ഹാളിൽ വെച്ച് കാണാമെന്നൊക്കെ സായി സന്തോഷത്തോടെ പറയുന്നു. അവൾ റാങ്ങിനെ അടുത്തറിയാവുന്നതുപോലെ സംസാരിക്കുന്നത് സായിയുടെ മനസ്സിൽ അസൂയ ഉണ്ടാക്കുന്നു. റാങ്ങിനെ പരിചയമുണ്ടെന്നല്ലാതെ അടുത്ത ഫ്രണ്ടൊന്നും ആണെന്ന് അവൾ പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ അറിയാമെന്ന് ചോദിച്ച് അവൾ റാങ്ങിന് മെസ്സേജ് അയക്കുന്നു. അവളുടെ ആകാംക്ഷയൊക്കെ കണ്ടപ്പോൾ മനഃപൂർവ്വം ഷിയെ നന്നായി അറിയാവുന്ന രീതിയിലാണ് അവൻ റിപ്ലൈ നൽകിയത്. അതുകൊണ്ട് അവളാകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവൾ ഏത് സബ്ജക്റ്റിലാണ് എക്സാം എഴുതുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഷിയ അവളുടെ അടുത്തേക്ക് ചെന്നത്. ഇംഗ്ലീഷിലാണെന്ന് അറിഞ്ഞപ്പോൾ റാങ് ഇംഗ്ലീഷിൽ വളരെ വീക്കാണ് എന്നുള്ള വിവരം അവൾ പറയുന്നു. അവൾക്ക് അതും അറിയാമോ എന്ന് സായി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ അവനെ നല്ലൊരു ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ അവൾ പറയുന്നു. അപ്പോഴും പഠിപ്പിക്കുന്നത് താനാണെന്ന് അവൾ പറയുന്നില്ല. റാങ്ങിന് മുമ്പ് പഠിച്ചിരുന്ന സ്കൂളിൽ ധാരാളം ഫാൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ അവൻ്റെ പുറകെ നടക്കാറുണ്ടായിരുന്നു, പക്ഷേ അവൻ ആരെയും അടുപ്പിക്കാറില്ല. ആകെ ഒരാൾക്ക് മാത്രമേ അവനോട് അടുപ്പമുള്ളൂ, അത് സുസു ആണ് എന്ന് ഷിയ പറയുന്നു. അങ്ങനെ ഒരു പെൺകുട്ടി അവൻ്റെ പുറകെ നടക്കുന്നുണ്ടെന്ന് ചിന്തിച്ച് സായി ആദ്യം ഞെട്ടുന്നുണ്ടെങ്കിലും പിന്നെയാണ് സുസു അവൻ്റെ നായയാണല്ലോ എന്ന് അവൾക്ക് ഓർമ്മ വന്നത്. അതിൻ്റെ സന്തോഷത്തിൽ അവൾ ചിരിക്കുന്നത് കണ്ടപ്പോൾ സുസുവിനെ അവൾ കണ്ടിട്ടുണ്ടെന്ന് ഷിയ ചോദിക്കുന്നു. 1-2 തവണ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ വേഗം കയറി കിടക്കുന്നു. അടുത്ത ദിവസം എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ റാങ് എക്സാം ഹാളിൽ വെച്ച് ഷിയയുമായി കാണുമായിരിക്കുമോ, അവർ ഇപ്പോൾ ഒരുമിച്ചായിരിക്കുമെന്നൊക്കെ ചിന്തിച്ചാണ് അവൾ പുറത്തേക്ക് നടന്നത്. ഗേറ്റിനടുത്ത് അവൻ വെയിറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾ സന്തോഷത്തോടെ ഓടി അടുത്തേക്ക് ചെന്നിട്ട് ജിയ ഒക്കെ പോയെന്ന് ചോദിക്കുന്നു. മതിലടുത്ത് കുത്തിരിപ്പുണ്ടായിരുന്ന 3 പേരും കൂടി നീ ഞങ്ങളെക്കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത് ചോദിച്ച് അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എല്ലാവർക്കും ഡ്രിങ്ക്സ് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ സോപ്പിട്ട് തൽക്കാലം അവൾ പ്രശ്നം പരിഹരിക്കുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഷിയ അവളുടെ അച്ഛൻ്റെ ഒപ്പം അവിടേക്ക് വന്നത്. അദ്ദേഹം മുമ്പ് റാങ്ങിനെ പഠിപ്പിച്ചിട്ടുണ്ട്. എക്സാം കഴിഞ്ഞ് അവർ തിരികെ പോകുന്നത് മറ്റന്നാളാണ്. ഷിയ ഇവിടെ പലതവണ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ സ്ഥലമൊക്കെ നന്നായി അറിയാം. നാളെ അവൾക്കൊപ്പം അവിടേക്ക് ചുറ്റി നടന്ന് കാണാൻ അദ്ദേഹം അവരോട് നിർദ്ദേശിക്കുന്നു. ബാക്കി എല്ലാവർക്കും അത് സമ്മതമായിരുന്നെങ്കിലും സായി മാത്രം വിഷമത്തിലാകുന്നുണ്ട്. അടുത്ത ദിവസം ഔട്ടിങ്ങിന് പോയപ്പോൾ റാങ് കൂടുതൽ സമയം ഷിയയ്ക്കൊപ്പമായിരുന്നു. അവർ തമ്മിൽ താൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ അടുപ്പമുണ്ടല്ലോ എന്നോർത്ത് അവൾ വിഷമിക്കുന്നു. അവിടുത്തെ ഒരു മലമുകളിലേക്ക് സൈറ്റ് സീയിങ്ങിന് പോകുന്ന കാര്യം ഷിയ സജസ്റ്റ് ചെയ്തപ്പോൾ ബാക്കി എല്ലാവരും സമ്മതിക്കുന്നുണ്ടെങ്കിലും എനിക്ക് നടക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, നിങ്ങളെല്ലാവരും കൂടി പോയിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് സായി ഒഴിഞ്ഞു മാറുന്നു. ജിയ അവളുടെ കൂട്ടിന് അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞെങ്കിലും അവൾ പോകണമെന്ന് ആഗ്രഹിച്ചതല്ലേ, അതുകൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞ് സായി അവളെ പറഞ്ഞയക്കുന്നു. എല്ലാവരോടും പൊയ്ക്കോളാൻ പറഞ്ഞെങ്കിലും റാങ് അവർക്കൊപ്പം പോയതിൻ്റെ ദേഷ്യത്തിലാണ് അവൾ അവിടെ ഇരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ ഫേവറേറ്റ് ജെല്ലിയുമായി അവൻ അവിടെ എത്തുന്നുണ്ട്. അവൾ മൂഡ് ഓഫ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് അത് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു അവൻ. എനിക്ക് മുകളിലേക്ക് പോകാൻ മൂഡില്ല എന്ന് പറഞ്ഞ് അവനും അവിടെ ഇരിക്കുന്നു. സായി ഹാപ്പിയായി എന്ന് പറയണ്ടല്ലോ. അവർ തിരിച്ചെത്താൻ എന്തായാലും 2 മണിക്കൂറെങ്കിലും എടുക്കും. അത്രയും സമയം നമുക്കും എന്തെങ്കിലും കാണാൻ പോയാലോ എന്നവൻ ചോദിച്ചപ്പോൾ അവൾ സമ്മതിക്കുന്നു. മുകളിലേക്ക് പോകാൻ കേബിൾ കാർ സൗകര്യമുണ്ട് എന്ന് അവൾ അപ്പോഴാണ് അറിയുന്നത്. ജിയെ ഇതറിയാമെങ്കിൽ ആകെ അസ്വസ്ഥയാക്കുമെന്ന് പറഞ്ഞാണ് അവൾ അവിടേക്ക് പോയത്. സായിക്ക് അതിൽ കയറാൻ പേടിയുണ്ട്, പക്ഷെ അവൻ കൂടെ ഉള്ളത് കൊണ്ട് അവൾക്ക് നല്ല ധൈര്യം തോന്നുന്നു. മുകളിലെത്തി 2 പേരും കൂടി കാഴ്ചകൾ കണ്ട് നടക്കുന്നു. അതിനിടയിൽ അവൾ തൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് അവനോട് പറയുകയും അവൻ്റെ ഇഷ്ടങ്ങൾ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യുന്നു. മല കയറി ഇറങ്ങി ആകെ ക്ഷീണിച്ചാണ് ജിയെ എത്തിയത്. സായി പറഞ്ഞതുപോലെ തന്നെ കേബിൾ കാർ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഷിയയ്ക്ക് അതറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുന്നു. കുറേ സമയം അവളുടെ മുറിയിൽ നിന്ന് സംസാരിച്ചിട്ട് ആണ് സായി സ്വന്തം മുറിയിലേക്ക് മടങ്ങിയത്. മുറിയുടെ വാതുക്കൾ റാങ്ങും ഷിയയും കൂടി നിന്ന് സംസാരിക്കുന്നത് കണ്ട് അവൾ വേഗം തിരികെ പോകാൻ തുടങ്ങിയതാണെങ്കിലും അവൻ അവളെ കണ്ട് പുറകിൽ നിന്ന് വിളിക്കുന്നു. സായി അവർക്ക് ശല്യമാകാതെ ഒഴിഞ്ഞു മാറി പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ നിന്നെ കാണാൻ വന്നതാണ്, ഞാൻ മെസ്സേജ് അയച്ചിട്ട് നീ റിപ്ലൈ തന്നില്ല, അതുകൊണ്ടാണ് തിരക്ക് വന്നതെന്ന് റാങ് പറയുന്നു. ഫോൺ ഓഫായി പോയി എന്നവൾ പറയുന്നു. അവർക്ക് തമ്മിൽ സംസാരിക്കാൻ അവസരം നൽകാനായി എനിക്കൊരു സാധനം വാങ്ങാനുണ്ട്, നിങ്ങൾ തണുപ്പത്തിൽ നിന്ന് സംസാരിക്കാതെ അകത്ത് പോയി നിന്ന് സംസാരിക്കാൻ പറഞ്ഞ് ഷിയ അവിടെ നിന്ന് പോകുന്നു. അവൾ അവനെയും കൊണ്ട് മുറിയിലേക്ക് കയറിയെങ്കിലും വാതുക്കെ തന്നെ നിന്നല്ല അവൻ കൂടുതൽ അകത്തേക്ക് കയറുന്നില്ല. ഇവിടുത്തെ ഹീറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് നിനക്ക് ചിലപ്പോൾ ഇത് ആവശ്യം വന്നേക്കുമെന്ന് കരുതി ഇത് തരാൻ വന്നതാണെന്ന് പറഞ്ഞ് അവൻ ഹീറ്റ് പാക്ക് അവൾക്ക് നീട്ടുന്നു. അവൾ സന്തോഷത്തോടെ അത് വാങ്ങുന്നുണ്ട്. അവൻ അപ്പോൾ തന്നെ തിരികെ പോകുന്നു. പുറകിൽ നിന്ന് വിളിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടാണ് അവൾ അവനെ വിട്ടത്. രാത്രി അവൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് അവളുടെ പൗച്ചിൽ കിടന്ന കീച്ചെയിൻ ഷിയ കാണുന്നു. ഇതേപോലെ ഒന്ന് റാങ്ങിൻ്റെ കയ്യിലും കണ്ടിരുന്നു. നിങ്ങൾ തമ്മിൽ റിലേഷനിലാണെന്ന് ഷിയ അവളോട് ചോദിക്കുന്നു. അങ്ങനെയൊന്നുമല്ല, ഇത് അക്വരത്തിൽ നിന്ന് കിട്ടിയതാണ്, എല്ലാവർക്കും ഒരേപോലെയുള്ളതാണ് കിട്ടാറ് എന്ന് സായി വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് സമയം കൂടി സംസാരിച്ചപ്പോൾ അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന് ഷിയയ്ക്ക് മനസ്സിലാക്കുന്നു. നിനക്ക് എത്ര കാലമായി അവനെ അറിയാം, അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നിനക്ക് നന്നായി അറിയാമോ എന്നൊക്കെ ചോദിച്ച് അവൾ സായിയെ ചെറുതായി വിരട്ടുന്നു. അവളുടെ പേടിച്ച മുഖം കണ്ടപ്പോൾ ഞാൻ തമാശ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നു. പക്ഷെ നിനക്ക് ശരിക്കും അവനെ നന്നായി അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവനെപ്പോലെയുള്ള ഒരാൾക്ക് നിൻ്റെ അടുത്തേക്ക് ഓരോ സ്റ്റെപ്പ് വെക്കാനും എത്രത്തോളം പരിശ്രമം വേണ്ടി വരുമെന്ന് അറിയാമോ, അതേപോലെ അവൻ്റെ മനസ്സിലുള്ളത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ അവനെ അറിയില്ല, കൂടുതലും അവൻ്റെ പ്രവൃത്തികളിലൂടെ ആയിരിക്കും അതൊക്കെ മനസ്സിലാകുന്നത്. അവൻ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എത്ര പെൺകുട്ടികൾ അവൻ്റെ ഫ്രണ്ട്സാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയാമോ.
പക്ഷെ അവൻ ആരെയും അടുപ്പിച്ചിട്ടില്ല. ആരോടെങ്കിലും അവൻ ഇത്ര അടുപ്പം കാണിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണിക്കുകയാണെന്നൊക്കെ അവൾ പറയുന്നു. അവൻ്റെ മനസ്സിനെ കുറിച്ചൊക്കെ അവൾക്ക് എങ്ങനെ അറിയാം എന്ന് സായി അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്. ഞാൻ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കയ്യിലിരുന്ന് ബുക്ക് കാണിച്ചിട്ട് അവൾ പറയുന്നു. നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ നീ അവൻ്റെ ഏറ്റവും വിശ്വസ്തയായ ഫ്രണ്ടാണെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ കിടക്കുന്നു. അടുത്ത ദിവസം അവർ പുറപ്പെടാൻ ഇറങ്ങിയപ്പോൾ ഷിയ അവരെ യാത്രയാക്കാൻ ചെല്ലുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് സായിയെ കെട്ടിപ്പിടിച്ച് അവൻ നിന്റെ അടുത്തേക്ക് വരാൻ ഒരുപാട് സമയം എടുക്കുകയാണെങ്കിൽ കൂടുതൽ കാത്തിരിക്കാതെ നീ അവൻ്റെ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ ശ്രമിക്കണമെന്ന് ഷിയ അവളെ ഉപദേശിക്കുന്നുണ്ട്. എല്ലാവരും അവളോട് യാത്ര പറഞ്ഞ് പുറപ്പെടുന്നു. ഒരുമിച്ച് ട്രെയിനിലാണ് അവർ മടങ്ങുന്നത്. ട്രെയിനിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇന്നാണ് ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ദിവസം എന്ന കാര്യം അവർ ഓർക്കുന്നത്. ഫെങ് കുറച്ച് ഉറക്കെയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന എല്ലാവരും ഒന്ന് കേൾക്കുന്നു. ലോകാവസാനം അപ്പോഴത്തെ ഒരു ചൂടുപിടിച്ച് ചർച്ചാ വിഷയമായിരുന്നുകൊണ്ട് മറന്നിരുന്നവർ പോലും അത് കേട്ടപ്പോൾ ഒന്ന് പേടിക്കുന്നു. അവർക്കിടയിൽ പിന്നെ കുറേ സമയം അതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് മയങ്ങുന്നുണ്ട്. ഇടയ്ക്ക് സായി ഒന്ന് കണ്ണു തുറന്നപ്പോൾ റാങ് അവളുടെ തൊട്ടടുത്തിരുന്ന് ഉറങ്ങുന്നത് കണ്ട് അവൾ ഫോൺ എടുത്ത് ഒരു ഫോട്ടോ എടുത്തിട്ട് സന്തോഷത്തോടെ വീണ്ടും കണ്ണടച്ച് കിടക്കുന്നു. ആ സമയത്ത് അവൻ കണ്ണു തുറന്ന് അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. ജിയെ ഉറങ്ങി സൈഡിലേക്ക് തൂങ്ങുന്നത് കണ്ട് ഖുറാൻ അവളുടെ അടുത്തേക്ക് കുറച്ച് നീങ്ങിയിരിക്കുന്നുണ്ട്. അവൾ അവൻ്റെ തോളിലേക്ക് തലവെച്ച് സുഖമായി ഉറങ്ങുന്നു. കുറെ കഴിഞ്ഞ് ഉണർന്നപ്പോൾ നീ എന്താണ് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നതെന്ന് ചോദിച്ച് അവൾ വഴക്കുണ്ടാക്കുന്നു. ഇത്രയും സമയം എൻ്റെ തോളിൽ ചാരിയിരുന്ന് ഉറങ്ങിയതും പോരാ, ഒരു നന്ദി പോലും പറയാതെ എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ എന്ന് ചോദിച്ച് അവനും ദേഷ്യപ്പെടുന്നു. അവൾ താങ്ക്സ് പറയുന്നുണ്ട്. 12 മണി ആകാറായപ്പോഴേക്കും എല്ലാവരും ഉണരുന്നു. പിന്നെ 12 മണിക്ക് ലോകം അവസാനിക്കുമോ എന്നറിയുള്ള കാത്തിരിപ്പായിരുന്നു. അഥവാ അങ്ങനെ അവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കണമല്ലോ എന്ന് പറഞ്ഞ് സായി അവളുടെ ക്യാമറ എടുത്ത് എല്ലാവർക്കും അവസാനമായി എന്താണ് പറയാനുള്ളത് എന്ന് 1 മിനിറ്റ് വീതം പറയാൻ ആവശ്യപ്പെടുന്നു. ഓരോരുത്തരെയും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. റാങ്ക് മാത്രം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എൻ്റെ 1 മിനിറ്റ് കൂടി ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ക്യാമറ വാങ്ങി പിടിക്കുന്നു. സായിയും അവൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 12 മണിയാകാൻ ഇനി 8 സെക്കൻഡ് കൂടിയേ ബാക്കിയുള്ളൂ എന്ന് ആരും വിളിച്ചു പറയുന്നു. അങ്ങനെ അവർ കൗണ്ട് ഡൗൺ തുടങ്ങുന്നു. കറക്റ്റ് 12 ആയപ്പോൾ എല്ലാവരും കണ്ടടയ്ക്കുന്നു. റാങ്ക് മാത്രം അവൻ്റെ കൈവശമുണ്ടായിരുന്ന ഹെഡ്ഫോണിൻ്റെ ഒരറ്റം സായിയുടെ ചെവിയിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഒരുപാട് പേടിച്ചിരുന്ന ആ സമയത്ത് അത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോഴേക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കണ്ണു തുറക്കുന്നു. ജിയയും ഖുറാനും ഫെങ്ങുമൊക്കെ തുള്ളിച്ചാടി സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ലോകാവസാനം അതിജീവിച്ചെങ്കിലും അന്ന് തന്നെ സ്കൂളിലേക്ക് പോകണമല്ലോ എന്നോർത്ത് എല്ലാവരും മൂഡ് ഓഫ് ആകുന്നുണ്ട്. അന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ എല്ലാവർക്കും യാതൊരു ക്ഷീണമുണ്ടായിരുന്നു. സാധാരണ ഇംഗ്ലീഷ് ടീച്ചർ എല്ലാ ദിവസവും ഹോംവർക്ക് നൽകാറുള്ളതാണ്. ഇപ്പോൾ അക്കാഡമിക് എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ടയർഡായിരിക്കുന്ന സമയമായതുകൊണ്ട് ഈ ആഴ്ച ഹോംവർക്ക് തരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പോയത്. ഹോംവർക്ക് ഇല്ലാത്തതിൻ്റെ സന്തോഷത്തിൽ വൈകിട്ട് ബോൾ കളിക്കാൻ പോകാമെന്ന് ഫെങ് ഖുറാനോട് പറയുന്നു. അപ്പോഴാണ് തനിക്ക് പകരം അന്നത്തെ ക്ലീനിങ് ഡ്യൂട്ടി ചെയ്യുമെന്നൊരു മറ്റൊരു കുട്ടി അവനോട് ആവശ്യപ്പെട്ടത്. അവന് അതിന് താല്പര്യമില്ലായിരുന്നെങ്കിലും എതിർപ്പൊന്നും ഇല്ലാതെ സമ്മതിക്കുന്നു. വൈകിട്ട് അവൻ ഇല്ലാതെ വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് അവൻ്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് ഖുറാൻ മറ്റുള്ളവരോട് പറയുന്നു. ആരെന്ത് പറഞ്ഞാലും അവൻ പ്രതികരിക്കില്ല. വെറുതെ കുഴപ്പമുണ്ടാക്കണ്ടെന്ന് കരുതി എല്ലാം കണ്ടില്ലെന്ന് അടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അത് കാരണം ക്ലാസ്സിൽ പലരും അവനെ നന്നായി മുതലെടുക്കുന്നുണ്ട് എന്നൊക്കെ ഖുറാൻ പറഞ്ഞപ്പോൾ അത് വളരെ കഷ്ടമാണല്ലോ. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കുറച്ചു കാലം കഴിയുമ്പോൾ എല്ലാവരും അവൻ്റെ തലയിൽ കയറി നിരങ്ങും. നാളെ നമ്മൾ അവൻ്റെ ഷോപ്പിലേക്ക് പോകുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ വെച്ച് അവന് കുറച്ച് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാം എന്നൊക്കെ സായി പറയുന്നു. അടുത്ത ദിവസം എല്ലാവരും കൂടി അവൻ്റെ മുത്തശ്ശിയുടെ ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അവരെ കൂട്ടിക്കൊണ്ടുവരെ മുത്തശ്ശി കുറേ ദിവസങ്ങളായി അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വലിയ സന്തോഷത്തോടെയാണ് അവരെ ട്രീറ്റ് ചെയ്തത്. അവർ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ സമയത്ത് 2 പയ്യന്മാർ മനഃപൂർവ്വം അവിടുത്തെ ഫുഡ് കൊള്ളില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നു. ഫുഡിനൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി അവരെ എതിർക്കുന്നത് കണ്ട് ഫെങ് എഴുന്നേറ്റിയെന്ന് മുത്തശ്ശിയെ സമാധാനിപ്പിച്ച് അകത്തേക്ക് ഉണ്ടാക്കിയിട്ട് അവരോട് നയത്തിൽ സംസാരിക്കുന്നു. അവർ പ്രശ്നമുണ്ടാക്കാതിരിക്കാനായി ഫുഡിൻ്റെ ക്യാഷ് നൽകണ്ടെന്ന് അവൻ പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഫുഡ് കഴിച്ചത് കാരണം ഞങ്ങൾക്ക് ഫുഡ് പോയ്സൺ ആയി, ഹോസ്പിറ്റലിൽ പോയാൽ അതിൻ്റെ ചിലവ് ആര് നൽകും, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിനുള്ള ക്യാഷ് കൂടി നൽകണം എന്നവർ ആവശ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള അനീതിയൊക്കെ കണ്ടാൽ സായിക്ക് സഹിക്കില്ല. നിങ്ങൾ അവൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് ചോദിച്ച് അവൾ ഇടപെടുന്നു. അവളെ പിടിച്ചു നിർത്തിയിട്ട് റാങ്ക് ഖുറാനും കൂടി മുന്നിൽ കയറി അവന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഫെങ് കയ്യിലുള്ള ക്യാഷ് അവന്മാർക്ക് നൽകുന്നു. മാത്രമല്ല അവരെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. അവനങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത് ബാക്കി 4 പേർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തൽക്കാലം അവർ ക്ഷമയോടെ അവിടെ പോയിരിക്കുന്നു. ഫെങ് നല്ല കുട്ടിയെ അവിടെ നിന്ന് പോയെങ്കിലും ആരുമില്ലാത്തൊരു ഭാഗത്തെത്തി കഴിഞ്ഞപ്പോൾ ഒരു ഗുണ്ടയെ പോലെ അവന്മാരോട് കാശ് തിരികെ തരാൻ ആവശ്യപ്പെടുന്നു. ആദ്യം അവന്മാർ പുച്ഛത്തോടെ നിൽക്കുന്നു. കൂട്ടത്തിൽ ഒരുത്തനായിട്ട് ഫെങ് ശരിക്കും കൊടുക്കുന്നുണ്ട്. അതോടെ രണ്ടുപേരും ഡീസൻ്റായി അവൻ്റെ ക്യാഷ് തിരികെ നൽകുന്നു. കുറേ സമയമായിട്ട് അവനെ കാണാത്തതുകൊണ്ട് അവന്മാർ കൂടുതൽ കുഴപ്പമുണ്ടായി കാണുമെന്ന് സംശയിച്ച് ഖുറാൻ അവനെ അന്വേഷിച്ച് പോകുന്നു. ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അവന്മാർ ഫെങ്ങിൻ്റെ കാല് പിടിക്കായിരുന്നു ഈ സമയം. അതറിയാതെ ഖുറാൻ അവന്മാരെ വിരട്ടിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ഓടിച്ചിരുന്നു. അവർ ഫെങ്ങിനെ പേടിച്ച് സോറി പറഞ്ഞപ്പോൾ തന്നെ കണ്ട് പേടിച്ചതായിരിക്കുമെന്ന് അവൻ വിചാരിക്കുന്നു. സത്യം പറയരുത് എന്ന് ഫെങ് അവരോട് ആംഗ്യം കാണിക്കുന്നുണ്ട്. അവൻ കുറച്ചുകൂടി ഗമയിൽ അവരെ കൊണ്ട് ഒന്നുകൂടി അവരോട് സോറി പറയിപ്പിക്കുന്നു. അത് കണ്ടുകൊണ്ടാണ് ബാക്കി 3 പേരും അവിടെ എത്തിയത്. ഖുറാൻ എന്തോ വലിയ സംഭവമാണെന്ന് അവർ വിചാരിക്കുന്നു. അവന്മാർ പോയി കഴിഞ്ഞപ്പോൾ അവർ 3 പേരും കൂടി ഓടി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. നീ ഇത്രയ്ക്ക് മിടുക്കനാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ജിയ ഖുറാനെ അഭിനന്ദിക്കുന്നുണ്ട്. ഫെങ് മുഴുവൻ ക്രെഡിറ്റും അവന് നൽകുന്നു. ഖുറാൻ്റെ ഹീറോയുടെ ഗമയിലാണ് നിൽക്കുന്നത്. ഫെങ് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ മുത്തശ്ശിയാകെ ടെൻഷനായിരിക്കുകയാണ്. അവന് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് മുത്തശ്ശിക്ക് സമാധാനമായത്. നീ പണ്ടത്തെ പോലെ അവന്മാരെ ഫൈറ്റ് ഉണ്ടായി കാണുമെന്ന് കരുതി ഞാനാകെ പേടിച്ചു പോയി. മുമ്പൊക്കെ എന്നും നീ വഴക്കുണ്ടാക്കുമായിരുന്നല്ലോ. ഒരു മുറിവുണങ്ങുന്നതിന് മുമ്പ് മറ്റെന്തെങ്കിലും മുറിവുണ്ടായിക്കൊണ്ട് വരും. ഇപ്പോൾ നീ എന്തായാലും അങ്ങനെ വഴക്കുണ്ടാക്കാതിരുന്നത് നന്നായി. നിന്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്സ് വളരെ നല്ലവരാണ്. അവരുമായി കൂട്ടുകൂടാൻ തുടങ്ങിയതിന് ശേഷം നിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ്. നീ കൂടുതൽ അവരെ പോലെ ആകാൻ ശ്രമിക്കണം എന്നൊക്കെ മുത്തശ്ശി അവനോട് പറയുന്നു. അവനതെല്ലാം സമ്മതിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പഴയതുപോലെ ആരുമായും വഴക്കുണ്ടാക്കാറില്ല. ഞാൻ ചെറുപ്പത്തിൽ ബെഡിൽ കിടന്ന് മുള്ളിക്കാര്യം മുത്തശ്ശി അവരോട് പറഞ്ഞതിനാൽ ജിയെ ഒരു ദിവസം മുഴുവൻ എന്നെ കളിയാക്കി. അതുകൊണ്ട് ഇക്കാര്യം അവരോട് പറയരുത്. ഞാൻ ഈ മോശം കൂട്ടുകെട്ടിലൊന്നും പെടില്ല എന്നൊക്കെ അവന് ഉറപ്പ് കൊടുക്കുന്നു. മുത്തശ്ശി സമാധാനത്തോടെ ഭക്ഷണം റെഡിയാക്കാനായി പോകുന്നുണ്ട്. അവനെ ക്ലീനിങ് ഡ്യൂട്ടി ഏൽപ്പിച്ച പയ്യൻ അവൻ്റെ ഡ്യൂട്ടിയുള്ള ദിവസം പകരം ചെയ്തോളാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ആ ദിവസമായപ്പോൾ എനിക്ക് വീട്ടിൽ അത്യാവശ്യമായ ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവൻ പോകാൻ തുടങ്ങുന്നു. ഖുറാൻ പുറകിൽ നിന്ന് വിളിച്ച് അവനെ ചോദ്യം ചെയ്യുന്നുണ്ട്.
പ്രതികരിക്കാൻ ഫെങ്ങിനോടും പറയുന്നു. ഫെങ് ഒരു നിഷ്കളങ്കനെ പോലെ അവർക്ക് മുന്നിൽ വെച്ച് ചെറുതായി അവനോട് ചൂടാകുന്നു. അങ്ങനെ വീട്ടിൽ പോകാൻ നിന്ന് പയ്യൻ തിരിച്ചു വന്ന് അന്നത്തെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ഫെങ് മുത്തശ്ശിയുടെ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി അന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയതിനാൽ തനിച്ചാണ് പോയത്. വഴിയിൽ മുമ്പ് അവൻ്റെ ഷോപ്പിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കിയവന്മാർ മറ്റൊരു ഗുണ്ടയെ കൂടി കൊണ്ടുവന്ന് അവനെ തടഞ്ഞു നിർത്തി കൂടുതൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ലാത്ത പോലെ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. പക്ഷെ അവന്മാർ വിടാൻ ഉദ്ദേശമില്ലാത്ത പോലെ മുത്തശ്ശി ഷോപ്പിൽ തനിച്ചുള്ള സമയത്ത് അവരെ ഉപദ്രവിക്കുമെന്ന രീതിയിൽ സംസാരിക്കുന്നു. അത് കേട്ടപ്പോൾ ഫെങ്ങിന് സഹിക്കുന്നില്ല. അവൻ തിരിച്ച് അവന്മാരെ ഫൈറ്റ് ചെയ്യുന്നു. നമ്മുടെ ഉപദേശം കാരണം ഫെങ്ങിന് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അന്ന് ക്ലാസ്സിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ഖുറാൻ സായിയോടൊക്കെ പറഞ്ഞുകൊണ്ട് അതുവഴി വരുമ്പോഴാണ് ഫെങ് അടി ഉണ്ടാക്കുന്നത് കണ്ടത്. സഹായിക്കാനായി അവരും കൂടുന്നു. പിന്നെയാണ് അവൻ്റെ ശരിക്കുള്ള നേച്ചർ അവർ അറിയുന്നത്. വൈകിട്ട് എല്ലാവരും കൂടി അവൻ്റെ ഷോപ്പിൽ സഹായത്തിന് കൂടുന്നുണ്ട്. എന്തായാലും ഇപ്പോഴെങ്കിലും സത്യം പറയുന്നത് നന്നായി, ഇല്ലെങ്കിൽ നിന്നെ ഉപദേശിച്ച് ഞങ്ങൾ നാണം കെട്ടേനെ എന്ന് സായി പറയുന്നു. എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റിയ നല്ല കാര്യമൊന്നും അല്ലാത്തത് കൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അറിയുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയാണ് അവൻ ഇങ്ങനെ മാറിയത് എന്നൊക്കെ അവർ ചോദിക്കുന്നു. തൻ്റെ റിബലിയസ് സ്റ്റേജിനെ കുറിച്ച് അവൻ അവരോട് പറയുന്നുണ്ട്. പഠിക്കുന്നതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അല്ലാതെ കുട്ടികൾക്കിടയിൽ പേരുണ്ടാക്കിയെടുക്കണമെന്നൊക്കെ കരുതി മുമ്പ് പഠിച്ചിരുന്ന സ്കൂളിൽ അവൻ ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാ പ്രശ്നങ്ങളും കയറി തലയിട്ട് മിക്കവാറും മറ്റു കുട്ടികളുമായി ഫൈറ്റ് ഉണ്ടാക്കുമായിരുന്നു. അവൻ്റെ ഈ സ്വഭാവം കാരണം ടീച്ചർമാരും ക്ലാസ്സിലെ മറ്റു കുട്ടികളുമൊക്കെ അവനെ ഒരു തല്ലിപ്പൊളിയായിട്ടാണ് കണ്ടിരുന്നത്. കുട്ടികളാരും അവരോട് മിണ്ടാൻ പോലും ചെല്ലാറുണ്ടായിരുന്നില്ല. ആ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ കൂടി ചീത്തയാക്കാനാണ് അവൻ വരുന്നതെന്ന രീതിയിൽ ടീച്ചർമാരും അവനെ ഒരുപാട് കുറ്റം പറഞ്ഞിരുന്നു. ഇതൊക്കെ കാരണം മിക്ക ദിവസവും അവൻ ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കാറാണ് പതിവ്. താനിങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ആരും തന്നോടൊന്നും പറയാത്തത് തന്നെ പേടിച്ചിട്ടാണ് എന്നാണ് അവൻ കരുതിയത്. പക്ഷേ ഒരു ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങുന്ന വഴി അവൻ പ്രശ്നമുണ്ടാക്കിയ കുട്ടികളുടെ വീട്ടിൽ മുത്തശ്ശി ചെന്ന് സംസാരിക്കുന്നത് അവൻ കാണാനിടയാകുന്നു. അപ്പോഴാണ് ഒരു വശത്തു കൂടി താൻ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്തു കൂടി മുത്തശ്ശി അതെല്ലാം ഒതുക്കി തീർക്കാൻ പെടാപ്പാട് വിടുകയാണെന്നുള്ള സത്യം അവൻ അറിയുന്നത്. അവൻ്റെ ഈ സ്വഭാവം കാരണം അവനെ സ്കൂളിൽ നിന്ന് പറഞ്ഞയക്കുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ മുത്തശ്ശി സ്കൂളിലെ ടീച്ചറോട് കരഞ്ഞപേക്ഷിക്കുന്നതും അവൻ കാണാനിടയാകുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അവൻ്റെ ഇപ്പം വീട്ടിലേക്ക് നടക്കുമ്പോഴും മുത്തശ്ശി അവനെ വഴക്ക് പറയുകയോ കുറ്റപ്പെടുത്തുകയും ചെയ്യാതെ സ്വഭാവത്തിൽ മാറ്റം വരുത്തി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊക്കെ അവനെ ഉപദേശിച്ചതേ ഉള്ളൂ. ആ സംഭവത്തിന് ശേഷമാണ് എൻ്റെ തെറ്റുകൾ മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വഭാവം മാറ്റി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നൊക്കെ അവൻ അവരോട് പറയുന്നു. വളരെ സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു സ്റ്റോറി കേട്ടതുപോലെ ആയിരുന്നു എല്ലാവരുടെയും എക്സ്പ്രഷൻ. അവൻ്റെ മാറ്റത്തിൽ എല്ലാവരും അവനെ അഭിനന്ദിക്കുന്നുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ഷോപ്പ് പൂട്ടി ഇറങ്ങുന്നു. എല്ലാവരും സന്തോഷത്തോടെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞു പോകുന്നു. ഫെങ് മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.